ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് രാവിലെ ഉറക്കത്തിൽ നിന്ന് നീറ്റ ഉടനെ ഒരു പട്ടിക്കുട്ടിയുടെ കുരക്കണ ഒച്ചയാണ് കേട്ടത്. ആ ഒച്ച കേട്ട് ഞങ്ങൾ റോഡിലേക്ക് ഓടിപ്പോയപ്പോൾ ഈ നായക്കുട്ടീനെ വണ്ടി തട്ടി റോഡ് സൈഡിൽ കിടക്കണതാണ് കണ്ടത്. അയാൾ ഓടിപ്പോയി എടുക്കാൻ നോക്കുമ്പോഴത്തേനും അടുത്ത പട്ടിക്കുട്ടി അവിടെ ഉണ്ടെന്ന് കണ്ടിട്ടും ഒരു ബൈക്കാരൻ അതിനെ വീണ്ടും തട്ടിയിട്ടാണ് പോയത്. ഒന്ന് സൈഡാക്കി, അല്ലെങ്കിൽ ഒരു സൈഡിൽ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ പട്ടിക്കുട്ടീനെ എടുത്തു കൊടുന്നു. എൻ്റെ വായനും മൂക്കിനൊക്കെ ചോര വരുന്നുണ്ടായിരുന്നു. പിന്നെ കാലുമ്മലും ചെവിമ്മലൊക്കെ ആയിട്ട് മുറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത് അതിന് കഴിക്കാനും കുടിക്കാനും വെള്ളം വെച്ച് കൊടുത്ത്, കഴിക്കാൻ ബ്രെഡൊക്കെ വെച്ച് കൊടുത്ത്, പാലും റസ്ക്കും മിക്സാക്കി വെച്ച് കൊടുത്തു. അതിനെ ഒരു ദിവസം 2 ദിവസം പിടിച്ച് ആളൊന്ന് ഉഷാറായി വരാൻ. പക്ഷെ ആൾ ഭയങ്കര സെറ്റായിട്ട് ഉഷാറായി വന്ന്. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇതിനെ തിരഞ്ഞ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ എടുത്ത് കൊണ്ടുപോയി. പിന്നെ അവരെ തിരിച്ച് കൊണ്ടാക്കിയ തള്ളയുടെ അടുത്ത് കൊണ്ടാക്കി. ഞാൻ റെസ്ക്യൂ ചെയ്ത വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ വീഡിയോ ഇട്ടത്. ഞാൻ ഈ നായക്കുട്ടീനെ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആ നായക്കുട്ടി അവിടെ വണ്ടി ഇടിച്ചിട്ട് വട്ടം തിരിഞ്ഞ് നടക്കുന്നതിൻ്റെ ഇടയിൽ അതിന് വെയ്യാന്ന് കണ്ടിട്ടോ നിർത്താതെ പോയ ബൈക്കാരൻ. അങ്ങനെ കുറേ ആൾക്കാർ ഇനിയും ഉണ്ടാവുമല്ലോ, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. നമ്മളെപ്പോലെ ഒരു ജീവൻ തന്നെയാണ് ഈ പട്ടിക്കുട്ടിക്കും. അത് അതിൻ്റെ അമ്മേനെ തിരഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ കുറച്ച് ദയ കാണിക്കുക. മനുഷ്യന്മാരായ കുറച്ചൊക്കെ മനുഷ്യപ്പറ്റാനുള്ള സാധനമുണ്ട്, അതൊന്ന് കാണിക്കുക. കഴിക്കാൻ വെച്ചുകൊടുക്കണം, കുടിക്കാൻ വെച്ചുകൊടുക്കണം എന്നൊന്നും നിർബന്ധം പറയണില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് വെയ്യാണ്ട് കിടക്കണ ഒരു പട്ടിക്കുട്ടിയോ പൂച്ചക്കുഞ്ഞോ എന്തോ ആവട്ടെ, എന്ത് മൃഗം ആയാലും വെയ്യാണ്ട് കിടക്കണ കണ്ടു കഴിഞ്ഞാൽ അതിന് കൂടെ വണ്ടി കയറ്റാതെ നോക്കുക. ഇതിപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ റെസ്ക്യൂ വീഡിയോ ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തേതാണ്. പക്ഷേ ഞങ്ങൾ രണ്ടാമട്ടൊന്നല്ല കേട്ടോ നായക്കുട്ടീനെ അങ്ങനെ റെസ്ക്യൂ ചെയ്യണത്. കുറേ നായ്ക്കളെയും പൂച്ചകളിലൊക്കെ ആയിട്ട് ഞങ്ങൾ കുറേ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. റെസ്ക്യൂ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഞങ്ങൾ കണ്ടിട്ട് പാവം തോന്നി ഞങ്ങൾ വെയ്യാണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് എടുത്ത് നോക്കി. അത് എനർജറ്റിക് ആവുമ്പോൾ അതിനെ വിട്ടാക്കും, അങ്ങനെ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും വീഡിയോ ഇടാത്തത് അത് ഇട്ടറിയിക്കേണ്ട ആവശ്യമില്ലാത്തതാണ്. പക്ഷെ ഇത് കാണുമ്പോൾ വെയ്യാത്തതല്ലേ, അത് ഞാനങ്ങനെ വിട്ടു. പക്ഷേ ഇത് എന്താ വെച്ചാൽ വെയ്യാന്ന് കണ്ടിട്ട് അതിൻ്റെ മേലെ കൂടെ വണ്ടി കയറ്റുന്ന ദയയില്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഭക്ഷണം വെച്ചെടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറയണില്ല, അറ്റ്ലീസ്റ്റ് കുറച്ച് ദയ കാണിക്കുക. അപ്പോൾ ഞാൻ അടുത്തതായി നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ ബൈ. ഇതൊന്ന് എല്ലാവരും മനസ്സിൽ കരുതുക കേട്ടോ. 1-2 വട്ടം സഹിക്കുക. ഇത് ഒരേ സംഭവം വീണ്ടും വീണ്ടും കൺമുന്നിൽ നടക്കുന്നത് കാണുമ്പോഴാണ് സങ്കടം വരുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, വണ്ടി ഓടിക്കുമ്പോൾ വല്ലാണ്ട് സ്പീഡിൽ പോവാതെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം എന്നാൽ ശരി, ബൈ.